നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി. ശരീരത്തിൽ മുറിവുകളോ മറ്റു പരിക്കുകളോ ഇല്ല. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, വലിയ ദുരൂഹതയും വിവാദങ്ങളുമൊക്കെയാണ് ഈ സമാധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നത്. ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? വീണ, വലിയ രീതിയിൽ വിവാദമായിട്ടുള്ള ഒരു കേസ് തന്നെയായിരുന്നു ഗോപൻ സ്വാമിയുടേത്. കഴിഞ്ഞ ദിവസം കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഞാൻ ഇപ്പോഴുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുന്നിലാണ്. 11 മണിയോടുകൂടിയാണ് ഗോപൻ സ്വാമിയുടെ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. അല്പസമയം മുൻപാണ് ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. ഇതിലെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ അസ്വാഭാവിക മരണമല്ല എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഈ ഒരു പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിൽ ലഭ്യമായിട്ടില്ല. അതായത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിൻ്റെയോ അല്ലെങ്കിൽ ശരീരത്ത് അടിയേറ്റതിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ലഭ്യമായിരിക്കുന്നത്. ഇനി ആന്തരിക സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ വിഷം അകത്ത് ചെന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും നേരത്തെ ഇൻക്വസ്റ്റ് നടത്തിയ സമയത്തും അതിനുശേഷം 11 മണിക്കാണ് ഈ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത്. അല്പസമയം മുൻപ് പൂർത്തിയായി. ഇപ്പോൾ ഈ ഒരു പ്രൈമറി റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്തും അതിൽ ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയുമില്ല. സ്വാഭാവികമായിട്ടുള്ള മരണം തന്നെയാണ് ഗോപൻ സ്വാമിയുടേത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇനി അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള, അതായത് ഇപ്പോൾ നിലവിൽ ഈ സർജന്മാർ റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടില്ല. ഫോറൻസിക് സർജന്മാർ ഈ റിപ്പോർട്ട് കൈമാറിയിട്ടില്ല. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. ഇതൊരു പ്രാഥമികമായി പുറത്തു വരുന്ന ഒരു വിവരമാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഇതിനുശേഷം ഇപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദനടക്കം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ മറ്റ് അസ്വാഭാവികതയൊന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ മൃതദേഹം ബന്ധുക്കൾക്ക് തന്നെ വിട്ടു നൽകും. വലിയ രീതിയിൽ ആദ്യം ഇവർ വലിയ രീതിയിൽ ഈ ഒരു കല്ലറ പൊളിക്കുന്നതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അത് പൊളിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു കുടുംബം സ്വീകരിച്ചിരുന്നത്. പിന്നീട് ഈ RDO ഉൾപ്പെടെയുള്ളവർ എത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ഇവർ ഇതുമായി സഹകരിച്ചത്. ഏതായാലും ഈ മൃതദേഹം വിട്ടു നൽകിയാൽ പിന്നീട് വീട്ടിലേക്ക് എത്തി മതാചാര പ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയ രീതിയിൽ വിവാദമായൊരു കേസാണ്. എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവികതയുണ്ടോ, ഒരു മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അതായത് ഒരു പ്രത്യേക ദിവസമാണ് മരിക്കുന്നത്, അതും ഇവർ വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അസ്വാഭാവികത നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പിന്നീട് കോടതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുകയും കോടതി ആദ്യം ഈ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് കോടതി ചോദിച്ചൊരു കാര്യം. അതിനുശേഷമാണ് കുടുംബം യാതൊരു തരത്തിലും ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് അറിയിച്ച കുടുംബത്തെ പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർ ഇതുമായി സഹകരിച്ചത്. ഏതായാലും ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അസ്വാഭാവികതയില്ല, മറ്റ് മുറിവുകളോ അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ചതിന്റെ പാടുകളോ ഒന്നും തന്നെ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പോലീസിന് റിപ്പോർട്ട് കൈമാറിയതിനു ശേഷം മാത്രമേ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഒപ്പം തന്നെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകളും പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിൽ പോയിസൺ അകത്ത് ചെന്നിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ കൂടുതൽ പരിശോധന നടത്തിയാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. വീണ. രശ്മി, ഇപ്പോൾ ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരികയും ഈ ആന്തരിക അവയവങ്ങളുടെ പരിശോധനയ്ക്ക് അയക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള സാധ്യതയാണോ ഉള്ളത്? കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമോ? ഒപ്പം ഈ മരണസമയം സംബന്ധിച്ചുമൊക്കെ കൂടുതൽ വിവരങ്ങൾ, ഏകദേശ സമയമൊക്കെ അറിയാൻ കഴിയുമല്ലോ പോസ്റ്റ്മോർട്ടത്തിൽ. അപ്പോൾ അതൊക്കെയും ഈ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിലുണ്ടാകുമെന്ന് കരുതാം. അതെ, അത്തരത്തിൽ ഏത് സമയത്താണ് മരണപ്പെട്ടത് എന്നതടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിപ്പോർട്ട്, അതായത് ഇപ്പം കുറച്ച് സമയം മുൻപാണ് ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. അപ്പം അതിനുശേഷം ഈ സർജന്മാർ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറണം. അപ്പോൾ പോലീസിന് കൈമാറിയാൽ മാത്രമേ ഇതിൽ ഏത് സമയത്താണ് മരണപ്പെട്ടതെന്ന് അടക്കമുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ പ്രൈമറി റിപ്പോർട്ടിലെ പുറത്തു വരുന്ന വിവരങ്ങൾ അസ്വാഭാവികതയില്ല, മറ്റ് മുറിവുകൾ ഒന്നും തന്നെ ഇല്ല, കഴുത്ത് ഞെരിച്ചതിന്റെ പാടുകളില്ല, ശരീരത്ത് മറ്റ് മർദ്ദനമേറ്റതിന്റെ പാടുകളൊന്നും തന്നെ ഇല്ല എന്നുള്ള ആ ഒരു പ്രൈമറി വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ വിശദമായൊരു റിപ്പോർട്ട് പോലീസിന് കൈമാറി കഴിഞ്ഞാൽ പിന്നീട് മൃതദേഹം വിട്ടു നൽകുന്ന കാര്യത്തിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങി വീട്ടിലേക്ക് എത്തി ഹൈന്ദവ ആചാരപ്രകാരം മൃതദേഹം സംസ്കരിക്കുന്നുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഈ റിപ്പോർട്ടിലെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയും. ഏതായാലും ഞാനിപ്പോൾ
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. കുടുംബം ഉൾപ്പെടെ, അതായത് ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ ഉൾപ്പെടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ തുടരുന്നുണ്ട്. ഏതായാലും വിശദമായ റിപ്പോർട്ട് അല്പസമയത്തിനകം തന്നെ കൈമാറും. അപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ഓക്കെ, ശരി രശ്മി.